അഡിക്ഷന്റെ ഓപ്പോസിറ്റ് അച്ഛൊരു കഥ പറയാം. കുറച്ച് മുമ്പ് ഒരിക്കല് കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു പരീക്ഷ നടത്തി. ഒരു എലീനെ പിടിച്ചിട്ട് ഒരു ചെറിയൊരു കൂട്ടിലിട്ട് എന്നിട്ട് 2 പൈപ്പ് കൊടുത്ത്, ഒരു പൈപ്പിൽ കൂടി കുടിക്കുന്ന വെള്ളവും മറ്റേ പൈപ്പിൽ കൂടി ലഹരി വസ്തു കലക്കി വെള്ളം. ആ എലി അതിനകത്ത് ഇങ്ങനെ ഓടി നടന്നിട്ട് ആദ്യം പൈപ്പിൽ കുടുന്ന സാധാരണ വെള്ളം കുടിച്ചെങ്കിലും പിന്നീട് ലഹരി വന്ന വെള്ളം കുടിക്കാൻ തുടങ്ങി. 2-3 ദിവസം തുടർച്ചയായിട്ട് ആ എലി ആ ലഹരി വന്ന വെള്ളം കുടിച്ചു. അപ്പോൾ അവര് ആ പരീക്ഷ നിർത്തിയിട്ട് ആ എലിനോട് മാറ്റി, എന്നിട്ട് വേറൊരു സ്ഥലത്തോട് താമസിപ്പിച്ചു 2 ദിവസം കഴിഞ്ഞ് ആ എലിക്ക് അഡിക്ഷൻ്റെ ഇതൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ആ എലിനെ കൊണ്ടുവന്ന് കുറച്ചുകൂടി വലിയൊരു കൂട്ടിലാക്കി. ആ കൂട്ടില് ചെറിയ പാർക്കുണ്ട്, കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, കൂട്ടുകൂടാനായിട്ട് 3-4 എലി കുഞ്ഞുങ്ങൾ വേറെയുണ്ട്, ഓടി നടക്കാനും ചാടി മറിയാനൊക്കെ സൗകര്യങ്ങൾ. അതിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും കുടിക്കുന്ന പൈപ്പുവെള്ളം ഉണ്ട്, മറ്റൊരു ലഹരി വന്ന വേറെ പൈപ്പുണ്ട്, സെയിം പൈപ്പ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഈ ലഹരി കഴിഞ്ഞോടെ ചെറിയ കുട്ടി കിടന്നപ്പോൾ ലഹരി കുടിച്ച എലിക്കുഞ്ഞ് ഓടി നടന്ന ഈ എലിക്കുട്ടിയോടൊപ്പം കളിക്കുന്നതിൻ്റെ ഒപ്പം ചാടി മറിഞ്ഞ് മറ്റു കളിക്കുന്നതിൻ്റെ കൂടുതൽ ക്ഷീണിക്കുമ്പോൾ വന്ന് ഈ പൈപ്പുവെള്ളം കുടിക്കും. അതും അധികം നേരമില്ല, കുറച്ചു നേരം കുടിച്ച് വീണ്ടും ചുവടുമ്പോൾ കളിക്കാൻ തുടങ്ങും. ആ വലിയ കൂട്ടിലായപ്പോൾ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ തുടങ്ങിയപ്പോൾ ആ എലിക്കുട്ടിക്ക് ലഹരി വെള്ളം വേണ്ടെന്നായി. എന്താ മനസ്സിലാക്കണ്ടേ? അഡിക്ഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് കണക്ഷനാണ്, ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ, അച്ഛനമ്മയായിട്ടുള്ളത്, ടീച്ചർമാരായിട്ടുള്ളത്, സഹോദരങ്ങളായിട്ടുള്ളത്, കൂട്ടുകാരായിട്ടുള്ള നല്ല ബന്ധങ്ങൾ. അങ്ങനെ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചാൽ, നല്ല കണക്ഷൻസ് സൂക്ഷിച്ചാൽ നമുക്ക് തെറ്റായ അഡിക്ഷൻസ് ഒഴിവാക്കാൻ. അപ്പോൾ അഡിക്ഷന്റെ ഓപ്പോസിറ്റ് കണക്ഷൻ ആയിരിക്കും.